ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതരാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. എൻ വാസുവിനെ 14 ദിവസത്തേക്ക് കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു. AV ജയശങ്കറും TV പ്രസാദുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം AV ജയശങ്കറിലേക്കാണ്. AV ജയശങ്കർ, ഇപ്പോൾ സുധീഷ് കുമാറിനും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. 2 കേസിലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ പുറത്തേക്കിറങ്ങുന്ന 3ാമത്തെ ആളാവുകയാണ് സ്വർണ്ണക്കൊള്ളയിൽ സുധീഷ് കുമാർ. എന്താണ് വിവരങ്ങൾ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുരാരി ബാബു, ശ്രീകുമാർ എന്നിവർക്ക് ശേഷമാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാറിന് കൊല്ലം വിജിലൻസ് കോടതി നിലവിൽ ജാമ്യം അനുവദിക്കുന്നത്. കട്ടിലപ്പാളി, ദ്വാരപാലകപ്പാളി കേസുകളിൽ അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ സുധീഷ് കുമാർ ജയിൽ മോചിതനാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അല്പസമയത്തിനകം കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറത്തിറങ്ങും. അതിനുശേഷം ഈ ബന്ധുക്കളും അഭിഭാഷകനും ഉത്തരവുമായി തിരുവനന്തപുരത്ത് എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇന്ന് തന്നെ സുധീഷ് കുമാറിന് പുറത്തിറങ്ങാനാകും. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ്ഐടി കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് തുടർച്ചയായി ഈ കേസിൽ ഓരോ പ്രതികൾക്കും ഇങ്ങനെ ജയിൽ മോചിതനാകാനുള്ളൊരു സാഹചര്യം ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ തന്നെ ദ്വാരപാലകപ്പാളി കേസുകളിൽ ജാമ്യം ലഭിച്ചിരുന്നു. 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിലപ്പാളി കേസിലും ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച കോടതി വാദം കേൾക്കും. സ്വാഭാവികമായും 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിൽ ബുധനാഴ്ച തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇറങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകൾ പുറത്തിറങ്ങുകയാണ്. അതിനിടയിൽ തന്ത്രിയും ഈ കേസുമായി ബന്ധപ്പെട്ട് കട്ടിലപ്പാളി കേസിൽ ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദ്വാരപാലകപ്പാളി കേസുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ നാളെയാണ് പരിഗണിക്കുക. ഒരുപക്ഷെ ഈ 2 കേസുകളിലെയും തന്ത്രിയുടെ ജാമ്യാപേക്ഷ നാളെ കോടതി വാദം കേൾക്കും. പക്ഷേ വളരെ നിർണായകമായ ദിവസങ്ങളിൽ SITക്ക് വലിയ തിരിച്ചടി എന്നുള്ള വിവരങ്ങളാണ് TV പ്രസാദ് ഇപ്പോൾ 1, 2, 3 എന്ന മട്ടിൽ 3 പേർ സ്വർണ്ണക്കൊള്ളയിൽ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയാണ്. പോറ്റിയുടെ കാര്യത്തിൽ ബുധനാഴ്ച തീരുമാനം വരാനിരിക്കുന്നു. ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ അസാധ്യമായ സാഹചര്യത്തിലാണോ SIT ഉള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനാകുന്ന പ്രസാദ്. സ്മൃതി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ആവിയായി പോകുന്നത് പോലെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. മുരാരി ബാബു ഇറങ്ങിപ്പോകുമ്പോഴും പ്രത്യേക അന്വേഷണ സംഘം നോക്കി നിൽക്കുകയായിരുന്നു. അതിന് പിന്നാലെ ശ്രീകുമാർ ഇറങ്ങി. ഇതിപ്പോൾ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി സുധീഷ് കുമാറും അതേപോലെ ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോകാനുള്ള കാരണം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ ആ പ്രതിക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പ്രധാനപ്പെട്ട പ്രതികൾ ഇറങ്ങിപ്പോകുമ്പോഴും ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് കേസിലെ 1ാം പ്രതിയും പ്രധാന സൂത്രധാരകരിൽ ഒരാളുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറസ്റ്റ് ചെയ്ത് 90 ദിവസം പൂർത്തിയായ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ ഇതിനകം തന്നെ ജാമ്യം കിട്ടിയിട്ടുണ്ട്. കട്ടിളപ്പടിയിൽ കൂടി ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ബുധനാഴ്ച ആ കേസിൽ വാദം കേൾക്കും. അതിൽ ജാമ്യം കിട്ടിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. ഈ കേസിനെ സംബന്ധിച്ച് ഏറെ ഗുരുതരമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്ന സ്മൃതി. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടായ ഗുരുതരമായ വീഴ്ചയാണിത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം പ്രതികളെ അറസ്റ്റ് ചെയ്യുക, തെളിവ് ശേഖരിക്കുക, കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. 3 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതോടെ കേസിലെ പ്രധാന പ്രതികൾ ഒന്നൊന്നായി ഇറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുരാരി ബാബു ഇറങ്ങി, ശ്രീകുമാർ ഇറങ്ങി, ഇന്നിതാ സുധീഷ് കുമാർ ഇറങ്ങാൻ പോകുന്നു. സുധീഷ് കുമാറാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക വിഗ്രഹങ്ങൾ 2019 ജൂലൈ 19 20 കൊണ്ടുപോകുന്ന സമയത്ത് അന്നത്തെ മഹസർ തയ്യാറാക്കിയത്. മാത്രമല്ല സ്വർണത്തിൽ പൊതിഞ്ഞ പാളികളെ ചെമ്പ് പാളികൾ എന്നെഴുതി ചേർക്കാൻ മുൻനിരയിൽ നിന്ന് ഉദ്യോഗസ്ഥനാണ് സുധീഷ് കുമാർ. ഈ സുധീഷ് കുമാറാണ് അന്ന് വ്യാജമായി മഹസർ തയ്യാറാക്കിയത്. ആ മഹസറിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് എഴുതിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല അത് ഏറ്റുവാങ്ങിയത്, പകരം അത് ഏറ്റുവാങ്ങിയത് അനന്ത സുബ്രഹ്മണ്യനും രമേശ് റാവുമാണ്. പക്ഷേ അവരുടെ പേര് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ദേവസ്വത്തിന്റെ സ്മിത്ത് അതിനകത്തില്ല. അതുപോലെ ദേവസ്വത്തിന്റെ തിരുവാഭരണം കമ്മീഷണർ അതിനകത്ത് ഒപ്പിട്ടിട്ടില്ല. എല്ലാം വ്യാജമായി ഉണ്ടാക്കിയ ഈ കൊള്ളയ്ക്ക് ഏറ്റവും പ്രധാനമായി കൂട്ടുനിന്ന
ഡി സുധീഷ് കുമാറും പുറത്തേക്കിറങ്ങുന്നു എന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ വീഴ്ചയാണ്. കുറ്റപത്രം കൊടുത്തില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഓരോ പ്രതികളായി പുറത്തേക്കിറങ്ങി പോകുമ്പോൾ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തേക്കിറങ്ങിയേക്കാം. ശ്രുതി, അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ തെളിവുകൾ ഒന്നൊന്നായി നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യം വലിയ വലിയ പ്രതിസന്ധി SITയെ സംബന്ധിച്ചിപ്പോൾ ഉണ്ട്. SITക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങൾ എന്താണ്? ഹരിമോഹൻ കൂടിയുണ്ട്. ഹരി, ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് SIT എത്തുകയാണ്. പ്രതികൾ ഒന്നൊന്നായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ 3 പേർ, മൂന്നാമത്തെ ആളും ഇറങ്ങിയാണ്. മറ്റന്നാളാണ് പോറ്റിയുടെ ജാമ്യം പരിഗണിക്കാനിരിക്കുന്നത്. സ്വാഭാവിക ജാമ്യം എന്നുള്ളത് കോടതിക്കും നിഷേധിക്കാനാവില്ല. അതിനു മുൻപ് എന്തെങ്കിലും തെളിവുകൾ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാൻ ഇപ്പോൾ SIT നീക്കമുണ്ടോ? എന്താണ് അറിയുന്നത് ഹരി? പ്രതി സ്വാഭാവിക ജാമ്യം ഒരു കാരണവശാലും SITയെ കൊണ്ട് എതിർക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അത് പുതുതായി എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലമോ സമർപ്പിച്ചുകൊണ്ട് ആ സ്വാഭാവിക ജാമ്യത്തെ ഒന്നും തന്നെ എതിർക്കാൻ നിലവിൽ SITയെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികൾ സ്വാഭാവിക ജാമ്യം നേടി പുറത്തേക്ക് വരും എന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെയാണ് ആദ്യം മുരാരി ബാബു, ഇപ്പോൾ സുധീഷ് കുമാർ, ഇടയ്ക്ക് ശ്രീകുമാറിന്റെ കാര്യത്തിലാണെങ്കിൽ തെളിവുകളുടെ അഭാവം പോലും ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. ഇനിയിപ്പോൾ അടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബുധനാഴ്ച വാദം കേട്ട ഉടൻ തന്നെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഫെബ്രുവരി 15-നകം ഒരു കുറ്റപത്രം സമർപ്പിക്കൽ നടപടി ഉണ്ടാകില്ല. അതിനുള്ള പ്രാരംഭഘട്ട നടപടികൾ പോലും SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആദ്യം വേണ്ടത് അത് കുറ്റപത്രം സമർപ്പിക്കാനുള്ള കേവലം സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമല്ല, പ്രോസിക്യൂഷൻ അനുമതി അടക്കം സർക്കാരിൽ നിന്ന് തേടേണ്ടതുണ്ട്. കാരണം ഈ പ്രതികളിൽ ഭൂരിഭാഗം ആളുകളും, അതായത് 9ഓളം പേര് ഇതിനകത്ത് സർക്കാർ ജീവനക്കാരായിരുന്നു. അവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. അതുകൊണ്ട് അവർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി സർക്കാരിൽ നിന്ന് തേടി ആ അനുമതി ലഭിച്ച ശേഷം മാത്രമേ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഉള്ള നടപടികളിലേക്ക് കടക്കാൻ SITക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതിന് ദിവസങ്ങൾ എടുക്കും. ആ അനുമതി കൊടുക്കണം, ആ അനുമതി സർക്കാർ നൽകണം, അതിന് ദിവസങ്ങൾ എടുക്കും. അത് കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിയിലേക്ക് കടക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റും ഒക്കെയായ ബാസും അടക്കമുള്ളവരുടെ സ്വാഭാവിക ജാമ്യം എന്തായാലും തടയാൻ കഴിയില്ല. പത്മകുമാറിന്റെ അടക്കമുള്ള ജാമ്യത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇനിയിപ്പോൾ അതിവേഗത്തിൽ നടപടികൾ പൂർത്തീകരിച്ചാലും ഒന്ന് തടയാൻ വേണ്ടി SITക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ കേസിൽ സമർപ്പിച്ചിരിക്കുന്ന സ്വാഭാവിക ജാമ്യത്തെ എതിർക്കാൻ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് നൽകിയതുകൊണ്ട് മതിയാകാതെ വരും എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. പ്രോസിക്യൂഷന്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ്. സ്വാഭാവിക ജാമ്യം ഏതൊരു പ്രതിയുടെയും നിയമപരമായ അവകാശമാണ് എന്നുള്ളത് ഇതേ കോടതി തന്നെ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം നൽകിയപ്പോൾ നിരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഓരോ പ്രതികളായി കോടതിയെ സ്വാഭാവിക ജാമ്യത്തിന് സമീപിക്കുമ്പോൾ അത്തരത്തിലുള്ള സമീപനം തന്നെയായിരിക്കും കോടതി സ്വീകരിക്കുക. ഒരു പ്രതിയോട് ഒരു സമീപനം, മറ്റൊരു പ്രതിയോട് മറ്റൊരു സമീപനം എന്നുള്ള നിലയ്ക്ക് കോടതിയിൽ നിന്ന് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. അതിനിടയ്ക്കാണ് ശ്രീകുമാറിനെ പോലുള്ളവർ ഈ തെളിവുകളുടെ അഭാവത്താൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് കൂടിയാണ്. പോറ്റി ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇനിയിപ്പോൾ അടുത്തത്. പോറ്റി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അന്വേഷണത്തെ ഏത് നിലയ്ക്ക് ബാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഉന്നതരായിട്ടുള്ള വ്യക്തികളുമായി നേരിട്ട് ബന്ധം പുലർത്തിയിരുന്ന, വർഷങ്ങളോളം അവരുമായി അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്ന സാഹചര്യം SITയെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായതിനേക്കാൾ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാർ കൂടി പുറത്തേക്കിറങ്ങിയാണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന 2 ആളുകളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കി മാറ്റിക്കൊണ്ട് സ്വർണ്ണാപഹരണത്തിന് എല്ലാവിധ സാധ്യതകളും തുറന്നു നൽകിയിട്ടുള്ള 2 സുപ്രധാന പ്രതികൾ, അതായത് ഫയൽ നീക്കം അടക്കം തുടങ്ങിവെച്ച 2 പേർ, അവരാണ് ഈ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ കേസിനെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടിയാണ് SITക്ക് എന്നുള്ളതിൽ സംശയമില്ല. മാത്രമല്ല ഫെബ്രുവരി 9-ാം തീയതി ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുക കൂടിയാണ്. ആ സമയത്ത് ഹൈക്കോടതി ഈ കുറ്റപത്രം സമർപ്പിക്കാത്ത നടപടി ഏത് നിലയ്ക്കാണ് കാണുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഇത്ര ദിവസമായിരിക്കുന്നു, ഇതുവരെയും ഒരു പുതിയ അറസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രധാനപ്പെട്ട ആരെങ്കിലും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ജയറാമിനെ ആണെങ്കിൽ പോലും ചോദ്യം ചെയ്ത് കഴിഞ്ഞ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപാണ്. പ്രധാനപ്പെട്ട ആളുകൾ ആരും ഈ കാലയളവിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. പ്രധാനപ്പെട്ട തെളിവുകളോ പരിശോധനകളോ നടന്നിട്ടില്ല. ആകെ ഉണ്ടായത് VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ്. അത് പക്ഷേ കഴിഞ്ഞ റിപ്പോർട്ടിലും ഉൾക്കൊള്ളിച്ചിരുന്നു. പുതിയ പരിശോധന നടത്തണമെന്നുള്ള കാര്യം VSSC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ദിവസങ്ങളോളം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി. ശരി, വലിയ പ്രതിസന്ധിയാണ് SITയെ സംബന്ധിച്ച് മുന്നിലുള്ളത്. AB ജയശങ്കറും TV പ്രസാദും ഹരിമോഹനുമാണ് വിശദമായ വിവരങ്ങൾ.